ആദ്യമായിട്ട് ജനപ്രതിനിധിയായി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന മധുമണി വന്നതിന് ശേഷമാണ് ഈ വാർഡിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ 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 അല്ലെങ്കിൽ ഞങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അഹങ്കാരത്തോടുകൂടി തന്നെ പറയാൻ തയ്യാറാണ്. ശ്രീമതി മണിമത് വന്നതിന് ശേഷമാണ് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ ജാതിമത വർണ്ണവർഗ രാഷ്ട്രീയത്തിനപ്പുറം ഈ പ്രദേശവാസികളായിട്ടുള്ള മിക്ക വീടുകൾക്കും ആ പഞ്ചായത്തിൻ്റെ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് കുറച്ച് പറയുവാൻ സാധിക്കും. ഞങ്ങളൊരു പരിശോധന നടത്തുക. ഇവിടെ ഈ 5 വർഷം കൊണ്ട് പഞ്ചായത്തിൻ്റെ ആനുകൂല്യം സ്വീകരിക്കാത്ത ആരെങ്കിലും അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടാത്ത ആരെങ്കിലും ഈ വാർഡിനകത്ത് ഏതെങ്കിലും ഒരു വീട്ടിലുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാകരൻ പറഞ്ഞതാണ് ഇത് നമുക്ക് അധിക ബാധ്യതയായി വരുമെന്ന്. ആ സംവിധാനം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും പറയുകയാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളിത് എങ്ങനെ കൊടുക്കുമെന്ന്. അപ്പോൾ ഇത്രയും വർഷം നമ്മൾ എങ്ങനെയാണ് കൊടുത്തത്? ഈ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയതിന് ശേഷം ഉമ്മൻചാണ്ടി ഒരു തവണ 100 രൂപ വർദ്ധിച്ചു. ആ 100 രൂപ കൂട്ടി 500 രൂപ ഇവർക്ക് കൊടുക്കാൻ ഗതിയില്ലാതെ 18 മാസം അലഞ്ഞില്ലേ? പിന്നെ അവരെന്താ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഹായ്, നമസ്കാരം. SV അരുളലാണ്. ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയായി ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ പഞ്ചായത്ത് അണ്ടൂർക്കോണം പഞ്ചായത്തിൽ ഞങ്ങളുടെ വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തിയാണ്. ഇത്തവണ ഒരു യുവമുഖത്തെയാണ് ഇടതുപക്ഷം തെക്കേവിള വാർഡ് പിടിച്ചെടുക്കാനായിട്ട്, അതായത് സിറ്റിംഗ് വാർഡാണ്. കഴിഞ്ഞ തവണയും അവിടെ മികച്ച വിജയം സ്വന്തമാക്കി വനിതാ സംവരണമായിരുന്നു, അതിലൂടെ വിജയിച്ചിരുന്ന വാർഡ് ഇക്കുറി നിലനിർത്താൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് പ്രദേശത്തെ ജനകീയനായിട്ടുള്ള, ഒപ്പം തന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലെല്ലാം ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ കൂടിയായിട്ടുള്ള ശ്യാമിനെയാണ് മത്സരത്തിന് വേണ്ടി രംഗത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു വാർഡ് നിലനിർത്താൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും. അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വീട്ടിൽ വോട്ട് ചോദിച്ചെത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രതികരണം നിങ്ങളെയും കൂടി കേൾപ്പിക്കുക. കാര്യം ഇടതുപക്ഷ ആശയങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം അവർ എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ സമൂഹം കൂടി അറിഞ്ഞിരിക്കണമല്ലോ. ആ നിലയ്ക്ക് എന്താണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്യാം ജനങ്ങൾക്ക് മുന്നിൽ ഇത്തവണ അണ്ടൂർക്കോണം വാർഡിൽ ഒരു ജീവൻ മരണ പോരാട്ടം, 1/4 നൂറ്റാണ്ടിന് ശേഷം പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷം പിടിക്കുന്നു, അത് നിലനിർത്താനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട യുവമുഖമായിട്ടുള്ള ശ്യാമിൻ്റെ പ്രതികരണം എന്താണ് നമുക്ക് കേൾക്കാം. സ്വാഗതം. എന്താണ് ഒരു പ്രധാനപ്പെട്ട മത്സരത്തിന് ഇക്കുറി ശ്യാമിനെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇത്തവണത്തെ ഈ മണ്ഡലം അല്ലെങ്കിൽ ഈ വാർഡ് നിലനിർത്താൻ വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം? അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടതുപക്ഷം ഈ അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണത്തിലേക്ക് എത്തുന്നത്. 25 വർഷം തുടർച്ചയായി ഐക്യജനാധിപത്യ മുന്നണി ആണ് അണ്ടൂർക്കോണം ഗ്രാമത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരിക്കാനുള്ളൊരു അവസരം കിട്ടി. ഇതിനു മുന്നത്തെ 25 വർഷവും കഴിഞ്ഞ 5 വർഷത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണവും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ സാധിക്കുന്ന തരത്തിൽ ആ വികസന രേഖ ഞങ്ങളൊരു പുസ്തകത്തിൽ അച്ചടിച്ച് ഈ ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിൽ, ഇപ്പോൾ നിലവിൽ 20 വാർഡുകളായിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഭരിക്കുമ്പോൾ 18 വാർഡുകളായിരുന്നു. ഈ വാർഡുകളിലെല്ലാം മുഴുവൻ വീടുകളിലും മുഴുവൻ ജനങ്ങളുടെ അരികിലും ഞങ്ങൾ ഈ വികസന രേഖ, ഞങ്ങൾ എന്താണ് കഴിഞ്ഞ 5 വർഷം ചെയ്തിട്ടുള്ളത് എന്ന് രേഖാമൂലം അച്ചടിച്ച് ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക്, അണ്ടൂർക്കോണം പഞ്ചായത്തിലെ വോട്ടർമാർക്ക് ഈ പ്രാദേശിക ഗവൺമെൻറ്റിനെ വിലയിരുത്തുവാൻ സാധിക്കും. അതിലുപരി കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭരണം സാധാരണക്കാർക്ക് മനസ്സിലാകും. നിങ്ങൾക്കറിയാമല്ലോ, 1ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേവലം 600 രൂപയായിരുന്നു നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ. അത് നമ്മൾ പ്രകടന പത്രികയിൽ അതിനെ നമ്മൾ 1600 രൂപ ആക്കുമെന്ന് പറഞ്ഞു. 1ാം ഗവൺമെൻറ് അത് 1600 രൂപ ആക്കി. 2021 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രകടന പത്രികയിൽ അത് 2500 രൂപയാക്കി ആക്കുമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഈ മാസം നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന് 2000 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ മാത്രമേ ഗുണമുള്ളൂ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് 2ാമതും ഭരണം കിട്ടിയത്. അതുപോലെ അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലും തുടർ ഭരണം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വോട്ടർമാരാണ് നിലവിലുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാർട്ടി കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച ഒരാളാണ്. അന്ന് എനിക്ക് എതിരായി നിന്ന് മത്സരിച്ചത് ഇപ്പോൾ നിലവിൽ മത്സരിക്കുന്ന കൃഷ്ണൻകുട്ടി, ബാബു എന്നറിയപ്പെടുന്ന കൃഷ്ണൻകുട്ടി തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും അയൽവക്കക്കാരാണ്. കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം
25 വർഷമായി അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയാണ്. പക്ഷേ ഇതിനു മുന്നേ അദ്ദേഹം തെക്കേവിളയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി മത്സരിച്ചവരാരും തെക്കേവിള നിവാസികളല്ലായിരുന്നു. മറ്റ് പ്രദേശത്തു നിന്നുള്ള കാൻഡിഡേറ്റുകളെയാണ് അന്ന് പാർട്ടി ഇവിടെ മത്സരിക്കാൻ നിയോഗിച്ചത്. അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ പോരായ്മകൾ ആ കാലഘട്ടത്തിലുണ്ടായി. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഞാനും കൃഷ്ണൻകുട്ടിയുമായിട്ട് മുഖാമുഖം ഇവിടെ ഒരു മത്സരം നടക്കുമ്പോൾ അന്ന് കേവലം 17 വോട്ടുകൾക്കാണ് ഞാൻ കൃഷ്ണൻകുട്ടിക്ക് എതിരെ പരാജയപ്പെടുന്നത്. ഒരു കുടുംബം ഒരു 9 വോട്ട് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ അന്ന് നമുക്ക് ഇവിടെ ജയിക്കാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വനിതാ സംവരണമായിരുന്നു. ഈ വാർഡ് ഞങ്ങളത് പിടിച്ചു, ഒരു വലിയൊരു മുന്നേറ്റം നടത്തി. ഏകദേശം 400ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനടുത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് മണിമധു ഇവിടെ വിജയിച്ചത്. ഇപ്പോൾ വീണ്ടും ഇവിടെ ഒരു ജനറൽ വാർഡ് വന്നപ്പോൾ എന്നെ പാർട്ടി ഇവിടെ നിയോഗിച്ചു. പാർട്ടി വലിയ പരിശോധന നടത്തിയതിന് ശേഷമാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. സ്ഥാനാർത്ഥിയാക്കാനുള്ള കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷവും ഈ 10 വർഷവും ഈ പൊതുമണ്ഡലത്തിൽ സജീവമായിരുന്നു എന്ന് പാർട്ടി പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ പാർട്ടി വീണ്ടും മത്സരിക്കാൻ ഇവിടെ ചുമതലപ്പെടുത്തിയത്. ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമായിരുന്നു, ഒരു അരച്ചുമര് കെട്ടി അതിന് മുകളിൽ ടാർപോളിനും കെട്ടി 3 കൈക്കുഞ്ഞുങ്ങളുമായി താമസിക്കുന്ന ഒരു കുടുംബം. അവരോട് ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചാലും പരാജയപ്പെട്ടാലും എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഭവനം, അതൊരു അടച്ചുറപ്പുള്ളൊരു ഭവനം നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞു. ഞാൻ ആ പരാജയപ്പെട്ടിട്ടും 2 മാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ അവർക്കൊരു 2 മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമുമായിട്ടുള്ളൊരു വീട് ഞാൻ നിർമ്മിച്ച് നൽകി. അവർ ആ വീട്ടിൽ നിന്ന് സുഖമായി കഴിയുന്നു. അതിനുശേഷം ഇങ്ങോട്ടുള്ള ഈ വർഷങ്ങളിൽ ഈ കാലയളവുകളിൽ നമ്മൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ഈ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ ചെയ്യുകയുണ്ടായി. മൊത്തം 4 വീടുകൾ ഈ കാലയളവിൽ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവരെ കൊണ്ടൊരു ഭവനം നിർമ്മിക്കാൻ കഴിയാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ കാലയളവിൽ 4 വീടുകൾ എൻ്റെ സ്വന്തം ചെലവിൽ ആരുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങിക്കാതെ ചെയ്തു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു. 2018-19 കാലയളവിലെ വലിയ ആ പ്രളയകാലത്ത് നമ്മുടെ ഈ പ്രദേശത്ത് ഉൾപ്പെടെയും വലിയ തോരാത്ത മഴ വന്ന സമയത്തും ശരിക്കും പറഞ്ഞാൽ ഓല പോലും മേഞ്ഞ് കിടക്കാൻ പറ്റാത്ത ആളുകളുണ്ട് ഇവിടെ. അവർക്കും അതൊക്കെ അനുഭവങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. നമ്മളൊരു അങ്ങനെയുള്ള ഉപകാരങ്ങൾ ചെയ്തിട്ട് പറയുന്നത് ശരിയല്ല. അങ്ങനെ ചോർന്നൊലിച്ച് കിടന്ന വീടുകൾ ഓല മേയാനുള്ള അവസരങ്ങൾ വരെ ചെയ്തു കൊടുത്തു. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള കുട്ടികൾക്ക് വാർഷിക ഫീസ് എത്ര കുട്ടികൾക്ക് അടച്ചു കൊടുക്കുന്നെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസ്ഥാനം എനിക്ക് പകർന്നു തന്നിട്ടുള്ള അറിവുകളാണ്. നമ്മൾ കുറേ സമ്പാദ്യം ഈ ജീവിച്ചിരിക്കുമ്പോൾ കൂട്ടി വച്ചിട്ട് ഇത് നമ്മളാരും വന്നപ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല, തിരിച്ചു പോകുമ്പോൾ നമ്മളാരും ഇതൊന്നും തിരിച്ചു കൊണ്ടുപോകില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങൾ അവർ നമ്മളെപ്പോലെ ജീവിക്കണം, അവരും നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു ചുറ്റുപാട് അവർക്കുണ്ടാകണം. അത് ഇടതുപക്ഷ ആശയമാണ്. ആ ആശയമാണ് ഈ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മൾ ചെയ്തു വെച്ചിട്ട് പോകുന്നത് നേരിൻ്റെ വഴിയായിരിക്കണം എന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് ഞാൻ പറയുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഇവിടെ ഇപ്പം കയറിയ വീടുകളുടെ അവിടെ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും. അതിന് ഈ 5 വർഷത്തെ അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ ഇവിടെ നിലവിലെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി മണിമധു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം ഈ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ വാർഡിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ സ്കോളർഷിപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നത് തന്നെ. ആദ്യമായിട്ട് ജനപ്രതിനിധിയായി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന മധുമണി വന്നതിന് ശേഷമാണ് ഈ വാർഡിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ 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 അല്ലെങ്കിൽ ഞങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അഹങ്കാരത്തോടുകൂടി തന്നെ പറയാൻ തയ്യാറാണ്. ശ്രീമതി മണിമധു വന്നതിന് ശേഷമാണ് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ ജാതിമത വർണ്ണവർഗ രാഷ്ട്രീയത്തിനപ്പുറം ഈ പ്രദേശവാസികളായിട്ടുള്ള മിക്ക വീടുകൾക്കും ആ പഞ്ചായത്തിൻ്റെ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറച്ച് പറയുവാൻ സാധിക്കും. നിങ്ങളൊരു പരിശോധന നടത്തുക. ഇവിടെ ഈ 5 വർഷം കൊണ്ട് പഞ്ചായത്തിൻ്റെ ആനുകൂല്യം സ്വീകരിക്കാത്ത ആരെങ്കിലും അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടാത്ത ആരെങ്കിലും ഈ വാർഡിനകത്ത് ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടോ എന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ
ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളവരേ ഉള്ളൂ. അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, വേറെ എന്തെങ്കിലും ഒരു വ്യവസ്ഥിതി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. മിക്ക ആളുകൾക്കും പഞ്ചായത്തിൻ്റെ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ട്, സർക്കാരിൻ്റെ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ട്. ആ ഒരു തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എന്നെ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുക. ഉറച്ച ആത്മവിശ്വാസത്തിലാണ് വിജയിക്കാൻ കഴിയുന്നത്. ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഏറെക്കുറെ താമസിക്കുന്ന നമ്മുടെ കേരളത്തിൽ അവർ ആർക്ക് വോട്ട് ചെയ്യും? ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർ മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ക്ഷേമ പെൻഷൻ കൊടുത്തപ്പോൾ ആദ്യം EK നയനാർ ക്ഷേമ പെൻഷൻ കൊടുത്തപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാകരൻ പറഞ്ഞതാണ് ഇത് നമുക്ക് അധിക ബാധ്യതയായി വരുമെന്ന്. ആ സംവിധാനം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും പറയുകയാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളിത് എങ്ങനെ കൊടുക്കുമെന്ന്. അപ്പോൾ ഇത്രയും വർഷം നമ്മൾ എങ്ങനെയാണ് കൊടുത്തത്? ഈ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയതിന് ശേഷം ഉമ്മൻചാണ്ടി ഒരു തവണ 100 രൂപ വർദ്ധിച്ചു. ആ 100 രൂപ കൂട്ടി 500 രൂപ ഇവർക്ക് കൊടുക്കാൻ ഗതിയില്ലാതെ 18 മാസം അലഞ്ഞില്ലേ? പിന്നെ അവരെന്താ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്? അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. വിദ്യാസമ്പന്നരാണ് നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ. അവർക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഒപ്പം നിന്നില്ല എങ്കിൽ വലിയ ദുരന്തം നമ്മൾ ഏൽക്കേണ്ടി വരുമെന്ന്. ഞങ്ങൾ ഇപ്പോൾ എന്താ പറഞ്ഞ് ഇലക്ഷനായപ്പോൾ ഞങ്ങൾ കിറ്റ് കൊടുക്കുന്നു, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുവെന്ന്. 18 മാസം കൊടുക്കാതെ അവർ കൊണ്ടു നടന്നില്ലേ ക്ഷേമ പെൻഷൻ? ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ കുറേ കല്ലും കൊണ്ട് നടന്നതല്ലാണ്ട് ഇവരിവിടെ ഒരു പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല. അത് താഴെത്തട്ടിൽ ഒരു സാധാരണ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ തന്നെ പറയുകയാണ്. ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഞങ്ങൾ നിലനിർത്തും. തെക്കേവിളയിൽ വലിയ വിജയം ഇപ്രാവശ്യം ഉണ്ടാവും. ഇതാണ് ശ്യാം എന്ന കാൻഡിഡേറ്റിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു കാരണവശാലും വാർഡ് വിട്ടുകൊടുക്കില്ല, വിജയം സുനിശ്ചിതമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്.